ഹലോ മച്ചാമാരെ, എന്തുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മച്ചാമാരെ, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ എല്ലാം തരംഗമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കിടിലമായ മൈൻക്രാഫ്റ്റാണ്. അപ്പോൾ ആ മൈൻക്രാഫ്റ്റിലെ ക്രിയേറ്റീവ് സീരീസാണ് ഞങ്ങളിന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു കൂട്ടുകാരനും കൂടെ ഉണ്ട്. അവനാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത്, മെസ്സി ജോബ്. അപ്പോൾ ഇതിന് മുമ്പ് ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സോഡയുടെ. അപ്പോൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ജോബ്. അപ്പോൾ അവനുമായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ കളിക്കുന്നത്. നമ്മുടെ ക്യാമറമാനായ ജോബുമായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് താഴ്ക്കാണെന്ന് ചുവന്നോട്ടം ക്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ഞായിരുന്നു വ്യത്യസ്തയുടെ നോട്ടിഫിക്കേഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. മച്ചാമാരെ, നമ്മുടെ ജോബു ഒന്നും പറയുന്നില്ലെന്ന് തോന്നുന്നു. അപ്പം മച്ചാമാരെ, ഇപ്പം രാത്രി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കളിച്ച് പഠിക്കുന്നതാണ്. നമ്മളൊരു വീടും സ്വിമ്മിംഗ് പൂളും ഒക്കെ പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടുമായിട്ട് നമ്മളിവിടെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ ആയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് കിടക്കാം. മച്ചാമാരെ, ഇതാണ് നമ്മുടെ റൂം. ഇതെല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്തതാണ്. ഞാനും ജോബ് ബ്രോയും കൂടെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ജോബ് ബ്രോ എന്തെങ്കിലും സംസാരിക്കുന്നതായിരിക്കും. അന്നേരം ഇപ്പം രാവിലെ ആയിട്ട് ബാക്കി കിടക്കാം മച്ചാമാരെ. അപ്പോൾ അവർ ചെറിയൊരു നാണം. Okay, let's try something different. രാവിലെ ആയിട്ട് കാണാം. അപ്പം മച്ചാമാരെ, ഇതാ നമ്മൾ രാവിലെ ആയിരിക്കുന്നതാണ്. അപ്പം നമുക്കിനി എണ്ണിറ്റ് പുറത്തോട്ട് നമ്മുടെ കൃഷിയും നമ്മുടെ സാധനങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പം മച്ചന്മാരെ, ഫസ്റ്റ് തന്നെ നമ്മുടെ ഹോഴ്സാണ്. 2 ഹോഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇത് ആ നീല ജോബ് ബ്രോയുടെയും ഈ സ്വർണ്ണം എൻ്റേതുമാണ്. അപ്പോൾ നമുക്ക് അവനായിട്ട് റൈഡൊക്കെ പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ വേറൊരു കിഡിലെ സ്ഥലവും കൂടെ ഉണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ജോബ് ബ്രോയും കൂടെ ഹോഴ്സിൽ കയറി വരുന്നതായിരിക്കും. അതെവിടാണെന്ന് പറയാൻ നമ്മളൊരു കിടുക്കാച്ചി. അപ്പം നിങ്ങൾക്ക് ഈ വീടൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഞങ്ങൾ വേണമെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആ കിടില സ്ഥലത്തോട്ട് പോവാം. ജോബ്രോ, കമോൺ. ഇതൊക്കെ ക്രിയേറ്റീവിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. ഇതെല്ലാം ക്രിയേറ്റീവിലാണ്. നമ്മൾ സർവൈവൽ കളിച്ച് ഒരു സർവൈവൽ കളിക്കാൻ അത്ര പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം, സ്റ്റേഡിയം. അപ്പം ഞങ്ങൾ പണിഞ്ഞ ഒരു സ്റ്റേഡിയമാണിത്. അപ്പം ഇതിൻ്റെ അകത്ത് ഭാഗമൊക്കെ കാണിച്ചു തരാം. അപ്പം മച്ചന്മാരെ, ഞാൻ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് പറന്ന് നിങ്ങളെല്ലാം ഒന്ന് ഓവർവ്യൂ കാണിച്ചു തരാം. ഇതാണ് മച്ചന്മാരെ നമ്മുടെ അകത്തെ സ്ഥലം. മഞ്ഞപ്പട എന്നാണ് ഞങ്ങളെ ഈ സ്റ്റേഡിയത്തിൻ്റെ പേര്. അപ്പോൾ ഈ സ്റ്റേഡിയം നിങ്ങൾക്ക് പണിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നതായിരിക്കും. ഈ സ്റ്റേഡിയം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഒരു മോഡൊന്നുമല്ല, ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് പണിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ആർക്കും അറിയാത്തൊരു, ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് പണിയാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ സീക്രട്ട് പ്ലേസ്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇതാണ് എൻട്രൻസ് ഇവിടെ കേട്ടോ മച്ചാമാരെ വരുന്നത്. എൻട്രൻസ് ഇവിടാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞങ്ങൾ പണിഞ്ഞതാണ്. ഇതാണ് നമ്മുടെ സീക്രട്ട് പ്ലേസ്. ഇതിൻ്റെ അകത്തുള്ള ഭാഗമാണ്. അകത്തുള്ള ഇതാണ് കാണിക്കുന്നത്. ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഇവിടെ കിടക്കുമായിരുന്നു. വീടുണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടെ ആയിരുന്നു കിടക്കുന്നത്. ഞങ്ങൾ ഈ ടൈമിലാണ് ഒരു വീടുണ്ടാക്കിയത്. ശരിയാണ് മച്ചാമാരെ, ഭയങ്കര വവ്വാൽ ശല്യമാണ്. എന്താ പറയാന്. അയ്യോ മച്ചാമാരെ, അത് നിന്നിരുന്നില്ല. വാളിരിപ്പോണ്ട് മച്ചാമാരെ, അതിനെ കൊന്നാ മതി. മച്ചാമാരെ, അത് നമ്മുടെ അടുത്ത് ഇല്ലില്ല, ഭയങ്കര സാധനം. അയ്യോ മച്ചാമാരെ കണ്ടോ, അത് നിന്നിരുന്നില്ല. പണ്ടാര സാധനം, അതിനെ കൊല്ലും മച്ചാമാരെ നമ്മൾ എന്തായാലും. കൊന്നോ 2 ഓ മച്ചാമാരെ, സോറി, എൻ്റെ ഇത് ബ്രിക്സ്. ഞാൻ വാളായിരുന്നു കേട്ടോ മച്ചാമാരെ എടുത്ത്, അത് മാറിപ്പോയെന്ന് തോന്നുന്നു. മച്ചാമാരെ അത് ചത്തിരിക്കുകയാണ്. മച്ചാമാരെ ഇനിയും ഉണ്ട് കേട്ടോ. മച്ചാമാരെ ആദ്യം ചത്ത. അപ്പം ഇതാണ് നമ്മുടെ അകത്തുള്ള സ്ഥലം, ഞങ്ങളുടെ സീക്രട്ട് പ്ലേസ് ആണ്. അപ്പോൾ ഇവിടാണ് നമ്മുടെ അടുത്ത ഇറങ്ങാൻ പോകുന്ന സ്ഥലം. അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഇറങ്ങാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റേഡിയം നമ്മളൊന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്റ്റേഡിയം.
മഞ്ഞപ്പട. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മെനഞ്ഞാന്ന് 2 ഗോൾ അടിച്ച് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറി കയറിക്കൊണ്ടിരിക്കുകയാണ്. പവർ വരട്ടെ, പവർ. അതിൻ്റെ ഒരു ഇതിനായിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്റ്റേഡിയം പണിഞ്ഞത്. ദാണ്ട നിങ്ങൾക്ക് കാണാമായിരിക്കും, മഞ്ഞപ്പട എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നീല ബ്രിക്ക് വെച്ച് പണിഞ്ഞ ഇതാണ്. അപ്പം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം മുന്നേറി വരികയാണ്. അപ്പം നമ്മുടെ മഞ്ഞപ്പടയ്ക്ക് വേണ്ടി ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഞങ്ങൾ പണിഞ്ഞാണ്. അപ്പം മച്ചാമാരെ ഇനി വീടിൻ്റെ അകന്നും സ്ഥലവും അതും ഇതുമൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് വില്ലേജേഴ്സിനെ കൊണ്ടുവരാൻ ഒരു ആലോചന ഉണ്ട്. ഇവിടെ ഗോലോണ്ണനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം മച്ചാമാരെ നമ്മുടെ ജോബ്രോ ഇറങ്ങി വരുന്നുണ്ടോ? ജോബ്രോ കുതിരക്കകത്ത് കയറിയോ ബ്രോ? മച്ചാമാരെ അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് അടിക്കും, വീട് എങ്ങോട്ടാണെന്ന് ചെറിയൊരു ഡൗട്ട് അടിക്കും. ഞങ്ങൾ വഴി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഹോഴ്സ് ഭയങ്കര ചാട്ടത്തിലൊക്കെ പോവാണ്. മച്ചാമാരെ അപ്പം ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ ഹോഴ്സിന് നമുക്ക് അകത്ത് കയറ്റാം. ഇത് ഞങ്ങൾ ഹോഴ്സിന് വേണ്ടി പണിഞ്ഞ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണം, ഉണ്ടാക്കി തരണമെങ്കിൽ ഞങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഞങ്ങൾ ഇടാൻ ശ്രമിക്കാം. അപ്പം നമ്മൾ ട്രേഡറിനെ കൊന്നു കേട്ടോ. നമ്മുടെ ജോബ്രോ ട്രെയിനറിനെ കൊന്ന് നമുക്കിനി കഥ അടച്ചേക്കാം, അല്ലെങ്കിൽ 2 പുറത്തിറങ്ങും കേട്ടോ. ഇവിടെ ഭയങ്കര ഇരുന്ന് ശല്യം ഈ മൃഗങ്ങളുടെ. ഗോലോണ്ണനെ കൂടെ ഉണ്ടാക്കിയാലോ? അപ്പം മച്ചാന്മാരെ ഇപ്പം വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഹോഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയൊരു സാധനമാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ ഇതിൽ പറയാം. അപ്പോൾ അത് ഇച്ചിരി കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ പറഞ്ഞു തരുന്നത്. അപ്പം മച്ചാന്മാരെ നമ്മുടെ നെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കണക്റ്റഡ് ആയായിരുന്നു. ഇപ്പം സീനില്ല, ഞങ്ങൾ ഇതായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയൊരു സാധനമാണ്, ഒരു ബെല്ല്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, വലിയ പണിയൊന്നുമില്ല. ബെല്ലൊന്ന് അടിച്ചു കൊടുത്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വേറൊരു സാധനമുണ്ട്, നമ്മുടെ ഒരു സ്വിമ്മിംഗ് പൂള് നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ ഒരു കുഴി ഒഴിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതിനെ ഞങ്ങൾ മേളിൽ നിന്നൊന്ന് ചാടാൻ നോക്കി. ഞാൻ കാണിച്ചു തരാം ചാടും. ഞാനും ജോബ്രോയും കൂടെ ജോബ്രോ ചാടി കേട്ടോ. മച്ചന്മാരെ നമുക്കൊന്ന് ചാടി നോക്കാം. ഓ കണ്ട വെച്ചാരോ, പൊളിയല്ലേ? അപ്പം മച്ചന്മാരെ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ അപ്പം അതിനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ ജോബ്രോയാണോ ഉണ്ടാക്കുന്നത്? ജോബ്രോ ഇതാ. ഓക്കെ, പറഞ്ഞു കൊടുക്ക്. നല്ലൊരു സ്ഥലത്ത്. ഓക്കെ, 2 ബ്ലോക്ക് മേലോട്ട്. ഏത് ബ്രിക്കാന്ന് പറഞ്ഞു? അയൺ ബ്രിക്ക് വെച്ചാണ് നമ്മൾ ഈ ബ്ലോക്ക് ഓഫ് അയൺ അടിച്ചു കൊടുത്താൽ അത് കിട്ടും. ആദ്യം തന്നെ 2 ബ്രിക്ക് വെക്കുക. അതിന് മേലോട്ട് പിന്നെ സൈഡിലോട്ട് ഇറങ്ങുക, ഒരു T ഷേപ്പ്. T ഷേപ്പിൽ എടുക്കുക ഗൈസ്. എന്നിട്ട് അപ്പുറത്ത് വന്ന് വെക്കുക. പിന്നെ ഒരു കേവ്ഡ് പങ്കിൻ കിട്ടുമായിരിക്കും. ഒരു കേവ്ഡ് പങ്കിൻ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അന്നേരം നമ്മുടെ അത് അതിൻ്റെ മേളിലായിട്ട് ടീയുടെ നടുക്കായിട്ട് വെച്ച് കൊടുത്താൽ ഒരു ഗോൾ വേണം നമുക്കുണ്ടാവും. അപ്പം നമുക്ക് ഈ ഗോൾ ഒന്ന് കൊന്നു നോക്കിയാലോ? നമുക്ക് അയൺ ഓ മച്ചന്മാരെ, ഇതിൽ എത്ര വെട്ടിയാലും ചാവുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ കറക്റ്റാ, അയൺ കിട്ടും. അപ്പം നമുക്ക് അയൺ കിട്ടും കേട്ടോ ഇതിനെ കൊന്നാ. നമുക്ക് ഹോഴ്സുമായിട്ട് നമ്മുടെ സ്റ്റേഡിയം വരെ ഒന്ന് റൈഡ് പോയിട്ട് വന്നാലോ? നമുക്കൊരു റേസിംഗ് വെക്കാം. ഓക്കെ, അപ്പം അച്ഛന്മാരെ ഞാനും ജോബ്രോയും കൂടെ ഒരു ഹോഴ്സ് വെച്ച് റേസിംഗ് നടത്താൻ പോവുകയാണ്. ആദ്യം വെക്കാനും ജോബ്രോയുടെ ഹോഴ്സ് ജയിക്കത്തുള്ളായിരിക്കും. അങ്ങനൊന്നും പറയാൻ ഒക്കത്തില്ല. അതെന്റെ ഹോഴ്സാ. ഇറങ്ങ്. അയ്യോ എന്റെ കുതിര. വീറ്റ് തരാം. അത് നിന്റെ വീറ്റുണ്ടോ? ഡ്രോപ്പ് ചെയ്യും. വീറ്റോ ഉണ്ടോ? എൻ്റെ ഇല്ല, ഞാനും ഫീഡ് ചെയ്തിട്ട് എൻ്റെത് ഫീഡായി കിടക്കുക. ഓക്കെ, ഞാൻ അയൺ ബ്ലോക്ക് എടുത്ത് മാറ്റിട്ട് വീറ്റ് ഫീഡ് എൻ്റെ കൂടെ ഒന്ന് കൊടുത്തടാ. കൊടുത്തോ നീ? ആ പിന്നെ ഞാൻ പിന്നെ വീട്ടെടുത്തു. എന്ത് എൻ്റെ മുതലുണ്ട്. ഫീഡ് ചെയ്തോ? റൈഡ് പോവാണ്. നിങ്ങൾക്ക് ഞാൻ കയറട്ടെ മച്ചന്മാരെ. അപ്പം നമ്മളിതാ നമ്മുടെ സ്വർണ്ണ ഹോഴ്സ്, നമ്മുടെ പൊളി മച്ചാൻ. ഞാൻ ഡയമണ്ട് മച്ചന്മാർ നമ്മുടെ 2 ഹോഴ്സിന് 2 പേരുണ്ട്. സ്റ്റേഡിയം വരെ കേട്ടോ മച്ചന്മാരെ റേസ്. കുതിരയുടെ വീട്ടിന്റെ സ്റ്റേഡിയം വരെയാണ്. ഞാൻ ഓക്കെ,
അപ്പോൾ അച്ഛന്മാരെ ചെറുതായിട്ടൊന്ന് സെറ്റിങ് മാറ്റാൻ പോവാണ്. ഇത് കട്ട് ചെയ്യണേ കേട്ടോ. ഇതൊന്ന് മാറ്റിയിട്ടെ എന്നാലും നമുക്ക് കറക്റ്റായിട്ട് കാണാം. ഇവിടെ നമ്മുടെ അടുത്തിപ്പോൾ വരും. അല്ല നീ അവിടെ നിൽക്കുന്നേ, നീ എൻ്റെ അടുത്തോട്ട് വാ. എടാ ഞാൻ ഇപ്പുറത്താടാ, നീ ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കുക, കുതിരയുടെ അവിടെ നിന്ന് തുടങ്ങുന്നത്. നമ്മുടെ വലിയ സ്പീഡൊന്നും ഇല്ല കേട്ടോ മച്ചന്മാരെ. മിക്കാറും അവനായിരിക്കും ജയിക്കുന്നത്. അങ്ങനൊന്നും പറയല്ലേ, ആരാന്നും പറ. ഓക്കെ റെഡി അല്ലേ? സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ടല്ലേടാ പോണ്ടേ? സ്റ്റേഡിയത്തിന് ഫ്രണ്ടിലോട്ട്, സ്റ്റേഡിയം അങ്ങോട്ട്. അപ്പം റെഡി 1 2 3 സ്റ്റാർട്ട്. അയ്യോ ലാഗായി പോയി. മച്ചാമാരെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മച്ചാമാരെ. നമ്മുടെ കുതിര തന്നെ ജയിച്ചിരിക്കുകയാണ് മച്ചാമാരെ. നമ്മുടെ കുതിര 3 റൗണ്ട് വെക്കാം. 3 ഓക്കെ മച്ചാമാരെ. ഇപ്പൊ ജോബ്രോയ്ക്ക് അസൂയ വന്നു. 3 റൗണ്ട് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് 3ാമത്തെ റൗണ്ട് കൊടുക്കാം. പൊളി മുത്തേ പൊളി. ഞാൻ എൻ്റെ കൊച്ചിന് ഫീറ്റ് കൊടുക്കട്ടെ. വീട്ടിൽ അത് നീ തിന്നിരിക്കും, അതുകൊണ്ട് നിനക്ക് നീ കൊടുക്കാൻ പറ്റത്തില്ല തോന്നുന്നു. ബട്ടൺ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. എനിക്ക് ഞാൻ ഇറക്കുന്ന ബട്ടണാണ് ഇതെന്ന്. തുടങ്ങാം. ഈ പശുവിനെ കൊണ്ട് വലിയ ശല്യമായി പോയി. എനിക്ക് പശുവിനൊക്കെ ഒന്ന് തുടങ്ങാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓ മച്ചാമാരെ, ഞാൻ പിന്നെ പോയി. യെസ് മച്ചാമാരെ, 2ാമത്തെ റൗണ്ട് ഇതാ നമ്മൾ ജയിച്ചിരിക്കുകയാണ്. അതിന്റെ 3ാമത്തെ റൗണ്ട് ജയിച്ചില്ലേ മച്ചാമാരെ? അടുത്ത 3ാമത്തെ റൗണ്ട് ഇതാ നമ്മൾ കടക്കാൻ പോകുകയാണ് മച്ചാമാരെ. ഇതൊരു ചെറിയൊരു ക്രേസിന് കളിക്കുക കേട്ടോ. ജസ്റ്റ് ഒരു സീരിയസ് ഒന്നാക്കണം. നമ്മളെ ചുമ്മാ ഒരു രസത്തിന് കളിക്കാം. നമ്മുടെ ഹോഴ്സിനായിട്ടൊന്ന് റൈഡിന്. ജോബ്രോ ഫൗള് കാണിക്കുന്നു. ജോബ്രോ ഫ്രണ്ടിൽ കയറി ഇച്ചിവിടെ ബാക്കിലോട്ടോ സൈഡിലോട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ മച്ചന്മാരെ 1 റൗണ്ട് നമ്മുടെ ജോബ്രോ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ 2 റൗണ്ട് കൂടെ വേണ്ട മച്ചന്മാരെ. ഇനി അപ്പൊ നമ്മുടെ വേറെ സാധനം കൂടെ കാണിച്ചു തരാം. അപ്പൊ നമ്മളിനി അടുത്തതായിട്ട് നമ്മുടെ വില്ലേജേഴ്സിനെ കൊണ്ടുവരാൻ പോവാണ്. വീട് ജസ്റ്റ് ഒരു ഫൗണ്ടേഷനൊക്കെ ഇട്ടാലും ശരിയാണ്, ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വില്ലേജിന്റെ പണി തുടങ്ങാം. അയ്യോ ഞാൻ അയൺ വെച്ചാന്ന് തോന്നുന്നു, രണ്ടും മാറിപ്പോയി. അയൺ വെച്ചാൽ തുടങ്ങാം. നമ്മുടെ കുതിര ഓടുന്നു ഗൈസ്. അതിനെ അയച്ചു വിട്ടിരിക്കാം ഗൈസ്. സാധാരണ എപ്പോഴും അതിനെ കൂട്ടിയിട്ടിരിക്കില്ല പണി മച്ചന്മാരെ. അപ്പം നമ്മളിതാ നമ്മുടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്. ഞാൻ ജോബ്രോയുടെ ഹോഴ്സിനെ അങ്ങോട്ട് ആക്കിയിട്ട് വരാം. എൻ്റെ ഹോഴ്സിനെ കൊണ്ട് ഇട്ടേക്കണേ. ഫീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫീഡും കൂടി ചെയ്തു ഞാനിരിക്കുന്ന ഫുള്ള് ഗ്ലാസും കിട്ടാലോ. അത് നമ്മുടെ മച്ചന്മാരിപ്പോൾ ഞങ്ങൾക്ക് വേറൊരു പ്ലാനും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട് ചുറ്റിനും മൊത്തം ഇതിട്ടാലോന്ന്, മതിലിട്ടാലോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ആദ്യം വില്ലേജർ വേണം, മതിൽ വേണം മച്ചന്മാരെ. അപ്പം ആദ്യമേ വില്ലേജർ ഇച്ചിരൂടെ പാടല്ലേ മച്ചന്മാരെ. ആദ്യം നമുക്കൊന്ന് മതിൽ കെട്ടാം. അതിലാകുമ്പോൾ വലിയ സ്റ്റേഡിയത്തിൻ്റെ അവിടെ തൊട്ടൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ വീടിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു മതിൽ. ഞാൻ അപ്പോഴത്തേനും ഒരു മതിൽ സെലക്ട് ചെയ്യട്ടെ. നമ്മുടെ ജോബ്രോ അവിടെ മതിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതിൽ ഏത് വേണമെന്ന് ഞാൻ പറഞ്ഞേ. എന്ത് നമുക്കത് ഏത് കളർ വേണം? ഒരു ബ്ലാക്ക് വേണം, ഓറഞ്ച്. ഇതെടുക്കണം അച്ഛന്മാരെ. നമ്മുടെ ഹോഴ്സ് ഇറങ്ങിപ്പോയി. സാരമില്ല, നമുക്ക് പുതിയ സ്പോൺ ചെയ്യാം. അതുകൊണ്ട് ഈ മതിൽ മതി, ഈ കട്ട മതിയോ? അച്ഛന്മാരെ നമ്മുടെ ജോബ്രോ കുറേ കട്ടകളൊക്കെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. ഈ കട്ട മതിയോ? കുറച്ച് നല്ല വീതിക്ക് ഇടാം. അഥവാ ഇന്നല്ലോ അച്ഛന്മാരെ ഈ കട്ട വെച്ചാണ് നമ്മൾ പണിയാൻ പോകുന്നത്. ഒരു ഹൈറ്റും കൂടെ വെക്കാം. കണ്ടേ ഇച്ചിരൂടെ ഹൈറ്റിന് നമ്മുടെ വീട് മൊത്തം മതിലിടാൻ പോവുകയാണ്. ചേച്ചി നീ അപ്പുറത്തോട്ട് വീതി വെക്ക്, ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം. നീ ഇത് പിടിക്കും കേട്ടോ. അപ്പം ജോബ്രോ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. എനിക്കൊരു മിനിറ്റ്. ഇവിടെ എന്തോ അതുകൊണ്ട് ഇടുവാണേ. ഡ്രോപ്പ് ചെയ്ത് മാറിക്കും, കുറച്ച് മാറിക്കും. മച്ചാമാരെ. അപ്പം നമുക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജോബ്രോ. അപ്പം നമുക്കത് ഇങ്ങോട്ടാക്കാം. ഓക്കെ, കിട്ടി മച്ചാമാരെ. നമുക്ക് നമ്മുടെ ബ്രിക്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്കിനി ഒന്ന് പണിഞ്ഞെടുക്കാം. ആ വില്ലേജറിൻ്റെ വീടിനേക്കാളും നല്ലോണം. ഞാൻ അപ്പുറത്തെ സൈഡേ ഞാൻ ഇവിടെ ചെയ്തിട്ടാ. നീ അപ്പുറത്ത് നടക്കാം. എവിടാ? അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫുൾ സൈഡ് കവർ ചെയ്യണ്ടേ? അപ്പം ഇവിടെ ഈ വീട്ടിൻ്റെ അവിടെ നിന്ന് തുടങ്ങണോ? അല്ല, അങ്ങനെ തുടങ്ങി. ഇവിടെ നമ്മൾ എങ്ങോട്ട് കഴിച്ചു. ഇവിടെ
നീ ഇവിടുത്തെ തീരുക എന്നിട്ട് അങ്ങോട്ട് ഞാൻ കൊണ്ടുപോവാ ഇവിടുന്ന്. ഓക്കെ, ഇവിടുന്ന് എന്തിനാ നീ ഇങ്ങോട്ട് എന്തിനാ? നമ്മുടെ വീടിനേക്കാളും വേണം. അവരെ ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ട് വരാം. ഓക്കെ, ഈ രാത്രി ആണെന്ന് തോന്നുന്നു. ചമാരെ രാത്രി ആവാറായി കേട്ടോ. ചുമ്മാ ഇവിടെ കുഴിക്കല്ലേടാ. ചമാരെ ഞാൻ കുഴി മൂടിയത് എന്നിട്ട് പോകും. അതിൻ്റെ മേളിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഷീപ്പിന്റെ ഫാമൊക്കെ സെറ്റ് ആക്കണം. തീർന്നോ? ഇത്ര മതിയോ? ഒന്ന് നല്ലോണം ബാക്കിലോട്ട് എടുക്കാം. എന്നാ ഇട്ട് തീർക്ക്, പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ആക്കാം. നീ അപ്പോൾ തന്നെ പോസ് ചെയ്യും. ചമാരെ രാത്രി ആവാറായിട്ടുണ്ട്, എന്നാലും നമ്മൾ പണി നിർത്തിയിട്ടില്ല. ഇച്ചിരി കൂടെ ആയിട്ട് മതിയില്ല എത്ര മതിയില്ല. ഇപ്പം നമ്മുടെ വീട് കഴിഞ്ഞു. ഇത് മതി. പോസ് ചെയ്തേക്കാണോ? മതി പോസ് ചെയ്ത് വെക്കണോ? അല്ല, വില്ലേജിന്റെ അകത്തും കൂടെ വേണ്ട. അച്ഛന്മാരെ അപ്പം ഇത്രയും മതി ആയിട്ടാണ് നമ്മൾ മതിലെടുക്കുന്നത്. പണിയായേ നീ എന്തിനാ അങ്ങോട്ട് എടുക്കുന്നേ? ഞാൻ ഇങ്ങോട്ട് എടുക്കാം. എന്തിന്? പോസ് ചെയ്തേക്കാണോ? ഇല്ല, പോസ് ചെയ്യടാ. അപ്പം മച്ചാമാരെ നമ്മളിവിടെ ഫുൾ സെറ്റാക്കിയിരിക്കുകയാണ്. ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം. നമ്മുടെ വീട് തൊട്ട് വില്ലേജർ വരെ ഫുള്ളായിട്ട് ഇതാ ഫുള്ള് ചുറ്റും അതിലിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു പാട്ടുംകുട്ടി പോയിട്ടൊരു കോഴിക്കുഞ്ഞ് പോലും ഇതിൻ്റെ അകത്ത് കയറത്തില്ല. ഇപ്പോൾ ഉള്ളത് ഇനി നമ്മൾ 4 വശത്ത് 4 ബോഡി ഗാർഡിനെയും കൂടെ വെക്കുന്നതായിരിക്കും. നമ്മുടെ എല്ലാം മറ്റേ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ അതിൻ്റെ വീഡിയോ അതിൻ്റെ കൂടെ ഞാൻ പാർട്ട് ചേർത്തിട്ടുണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ. ആ അത് തന്നെ. ഇവിടെ നമ്മളൊരു ചെറിയൊരു ഡോറ് നമ്മുടെ ഹോഴ്സിൻ്റെ വീട് അകത്താക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മതിലിൻ്റെ അപ്പുറമായിട്ട് അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അവിടെ എന്തോ ശരിയാണ് ഗൈസ്. നമുക്ക് ശല്യപ്പെടുത്താനായിട്ട് കുറേ പല ഷീപ്പുകളുണ്ട് ഗൈസ്. സർവേയിൽ ഒരു ഷീപ്പിന് വേണ്ടി നമ്മൾ അതാ യെസ് ഗൈസ്, കറക്റ്റ് ഒരു ഷീപ്പിന് വേണ്ടി അവിടെ കിടന്ന് തെണ്ടണം മച്ചാന്മാരെ. അപ്പം ഒരു ഗോലോണ്ണനെ നമുക്ക് അതിലേക്ക് ചെയ്യാം. ശരിയാ ഗൈസ്, നമ്മൾ ഇന്നൊരു ഒരാളെയും കൂടെ ഉണ്ടാക്കിയിട്ട് നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഗോകുലണ്ണനെ ഉണ്ടാക്കിയോ? ഓക്കെ, ഇതാണ്ട് ഗോകുലണ്ണനെ ഒരു അടി കൊടുത്തു കേട്ടോ. നല്ല പേര്. ഞങ്ങൾ ഗോകുൽ ഗർണൻ എന്ന് പേരിട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കുന്നുണ്ടോ? അപ്പം മച്ചന്മാരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് താൽക്കാലം ചുമന്നോട്ടം ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്താണ് ടെൻഡിങ് കൂടെ എനേബിൾ ചെയ്ത് ഞാനത് വ്യത്യസ്തയുടെ നോട്ടിഫിക്കേഷൻ വയ്ക്കും. അപ്പോൾ മച്ചന്മാരെ ബൈ. ഇനി അടുത്തൊരു ക്രിയേറ്റീവ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അടുത്തേക്ക് ഇനി ഞങ്ങൾ സർവൈവൽ കളിക്കുന്നതായിരിക്കും. നിങ്ങൾ തൽക്കാലം ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഈ നിങ്ങൾക്ക് വീടോ അല്ലെങ്കിൽ സ്റ്റേഡിയമോ വല്ല പണിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അറിഞ്ഞൂടാത്തവർക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഞങ്ങൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. മാക്സിമം ഒരു 5 പേരെങ്കിലും കമൻറ്റ് ചെയ്താലേ ഞങ്ങൾക്ക് ഇടാൻ പറ്റും. ഒരാൾ കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഇട്ട വലിയ കാര്യമില്ലായിരിക്കും. അപ്പോൾ ബൈ, സി യു, ബൈ. അപ്പോൾ നമ്മുടെ ജോബ് ബ്രോയും കൂടെ എന്തെങ്കിലും പറ. എന്താ പറയുക, ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ. ഓക്കെ, അപ്പോൾ